നമസ്കാരം. മീശക്കാരൻ ദിലീപ് ഏട്ടൻ്റെ കടയാണ്. വളരെ പ്രശസ്തമായ കടയാണ്. സീ ഫുഡിൻ്റെയും കായൽ മത്സ്യത്തിൻ്റെയും പുഴ മത്സ്യത്തിൻ്റെയും ഒക്കെ കലവറയാണ് മീശക്കാരൻ ദിലീപ് ഏട്ടൻ്റെ കടയെന്നാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ആളുകളുടെ ആഗ്രഹിക്കുകയാണ് ദിലീപ് ഏട്ടൻ്റെ കടയിൽ വരണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത് സാധിച്ചും. കട സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയിലെ ചേർത്തലയ്ക്കടുത്തുള്ള 11-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ റെയിൽവേ ക്രോസ് ഉണ്ട്. അവിടെ ചെന്നാൽ കൃത്യമായിട്ട് കട കാണാൻ പറ്റും. ലൊക്കേഷൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ ചേർത്തലയ്ക്ക് മുമ്പായിട്ട് 11-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദേശീയപാത തന്നെയാണ് 11-ാം മൈൽ എന്ന സ്ഥലം. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ റെയിൽവേ ക്രോസ്. അതുപോലെ എറണാകുളം ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ ചേർത്തല കഴിഞ്ഞിട്ടാണ് 11-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് റൈറ്റ് പോകണം. റൈറ്റ് പോകുമ്പോൾ കുറച്ച് പോകുമ്പോൾ റെയിൽവേ ക്രോസ് ആണ്. അവിടെ തന്നെയാണ് കൃത്യമായിട്ട്. അവിടെ ആരോട്ടും ചോദിക്കേണ്ട കാര്യമില്ല. റെയിൽവേ ക്രോസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കട നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് 2 ഊണം, ഒരു കാളാഞ്ചി ഫ്രൈയും ഒരു കരിമീൻ ഫ്രൈയും മുയിമുട്ടയാണ്. ഊണ് വലിയ ഗുണമില്ല. ഊണ് പേരിന് മാത്രം ഒരു ഊണ് അത്രയേ ഉള്ളൂ. പക്ഷേ കാളാഞ്ചി ഫ്രൈയും മീൻമുട്ടയും കരിമീൻ ഫ്രൈയും സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അല്ല അധികം പേരൊന്നും പറയുന്നില്ല, എന്നാലും നല്ലതായിരുന്നു. സംഭവം ഓക്കെയാണ്. അവിടെ പോയി ഫുഡ് കഴിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും. കാളാഞ്ചി ഫ്രൈക്ക് 350 രൂപയാണ്. ഊണിന് 90 രൂപയാണോ 60 രൂപയാണോ സംശയമുണ്ട്. 90 രൂപ സാധ്യതയില്ല. അത്ര വലിയ സംഭവമൊന്നുമല്ല ഊണ്. ചിലപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് 2 ഊണാണ് മേടിച്ചത്. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് സെപ്പറേറ്റായിട്ട് പ്ലേറ്റിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒരു ഊണായിട്ട് മാറ്റിയിട്ട് 3-നും കൂടെ 150 രൂപ ആയിരിക്കും. 60 രൂപ ആയിരിക്കും ചിലപ്പോൾ ഊണിന്. അതുപോലെ കരിമീന് 350 രൂപയാണ്. മീൻമുട്ടയ്ക്ക് 200 രൂപയാണ്. ഇവിടുത്തെ സർവീസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ല സർവീസാണ്. വളരെ ഫാസ്റ്റായിരുന്നു. നമുക്ക് ആദ്യം തന്നെ സ്പെഷ്യൽ പറഞ്ഞതൊക്കെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഊണതിന് ശേഷമാണ് വന്നത്. അത്രയും ഫാസ്റ്റായിരുന്നു. ചൂടോടെ തന്നെ വന്നതാണ് സ്പെഷ്യൽ. ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ സീ ഫുഡ് ഐറ്റംസൊക്കെ ഫിഷ് ഐറ്റംസ് എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങൾ മീശക്കാരൻ ദിലീപ് ഏട്ടൻ്റെ കടയിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ വേറെ ഒന്നുണ്ട്. എന്താ വേണ്ട? കരിമീനോ? ഒരു കരിമീൻ ഫ്രൈ. മീശക്കാരൻ ദിലീപ് ഏട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കണ്ട കാഴ്ചയാണ്. പുള്ളിക്കാരൻ അവിടെ ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത്, അവരുടെയൊക്കെ ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് കുശലാന്വേഷണം നടത്തുകയും കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച. എല്ലായിടത്തും പോയി. എൻ്റെ അടുത്തും വന്ന് അവിടെ എല്ലാ ടേബിളിൻ്റെ അടുത്തും പോയി. ആരടുത്തും പോകാറുന്നില്ല. എല്ലായിടത്തും പോയി കാര്യമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ കഴിച്ചിട്ട് പോകുന്നത്.